Hello students, next question number 17. See the question. L1 എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ ഉണ്ട്. x minus 1 by 1 is equal to y minus 2 by minus 1 is equal to z minus 1 by 2. And L2 is given x plus 1 by minus 1 is equal to y minus 2 by 2 is equal to z by 1. Be two lines. So L1 and L2 are two lines. Let L3 be a line passing through the point alpha, beta and gamma. L3 എന്ത് ചെയ്യുന്നുണ്ട്? ആൽഫ ബീറ്റ ഗാമയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻസ് L1 ആൻഡ് L2. L1 and L2 പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ. L3 ഇന്റർസെക്ട് L1. Then modulus of 5 alpha minus 11 beta minus 8 gamma is equal to. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? L3 പാസിംഗ് ത്രൂ പോയിന്റ് ആൽഫ ബീറ്റ ഗാമയാണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ബോത്ത് L1 ആൻഡ് L2. അപ്പോൾ L3 എന്ന് പറയുന്ന ലൈന് L1 L2 പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ L1 L2 ഇങ്ങനെയാണുള്ളതെങ്കിൽ, ഇങ്ങനെ രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് L1 ഒന്ന് L2 ആണെങ്കിൽ L3 ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ L3ൻ്റെ ഡയറക്ഷൻ വെക്ടർ B3 ആണെങ്കിൽ L1ൻ്റെ B1, L2ൻ്റെ B2, L3ൻ്റെ B3 ആണ് ഡയറക്ഷൻസ് എങ്കിൽ B1 ക്രോസ് B2 ആയിരിക്കും B3 എന്ന് പറയുന്നത്. സോ B1 പാരലൽ ടു B1 ക്രോസ് അല്ലേ, എന്താ പറയാൻ പറ്റുക? B3 പാരലൽ ടു B1 ക്രോസ് B2 ആയിരിക്കും, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് പറയും? B3 എന്ന് പറയുന്ന വെക്ടർ പാരലൽ ടു B1 ക്രോസ് B2 ആയിരിക്കും. അപ്പം നമുക്ക് B3 കണ്ടുപിടിക്കാൻ പറ്റും. ഡിറ്റർമിനന്റ് ഓഫ് IJK നിങ്ങൾക്കറിയാം. B1 എന്ന് പറയുന്ന വെക്ടർ ഫ്രം ദി ഫസ്റ്റ് ലൈൻ ദ ഡയറക്ഷൻ നമ്പേഴ്സ് ആർ 1 -1 2 അല്ലേ, 1 -1 2 ആണ്. From the second line we get the vector B2, it is -1 2 1 അല്ലേ, -1 2 1 ആണ്, correct? And you can solve it within seconds. ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ദി ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി എത്ര കിട്ടൂടാ? -5i. പെട്ടെന്ന് സോൾവ് ചെയ്യാം കേട്ടോ. -3j + k എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് വാട്ട് ദിസ് ഡിറ്റർമിനന്റ്. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് L3ൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് L3? L3ൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ L3 ഇക്വേഷൻ? x minus alpha equal to y minus beta equal to, because L3 is passing through alpha beta gamma, okay, and z minus gamma divided by direction ratios. Direction ratios parallel to this L3 is -5i minus 3j plus k. So -5 -3 1 ആണ്. -5 -3 1. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി L3 എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആരെയൊക്കെ? L3 ഇന്റർസെക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കണം. L3 be a line passing to the point alpha beta gamma and perpendicular to this line. L3 intersect L1. Okay, L3 intersect L1. That I will show you. L3 എങ്ങനെയാണ് ഇന്റർസെക്റ്റ് L1 എന്ന് പറഞ്ഞാൽ നോക്ക്. ഇത് L3 ഇത് L1 ആണെന്ന് വിചാരിച്ചോളൂ. L3 L1. Okay, L3 is the line passing through the point and perpendicular to both L1 and L2. Okay, L3 intersect L1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. L3 സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നെ വിചാരിച്ചോ L3. ഓക്കെ, ദിസ് ഇസ് L1 ആൻഡ് ദിസ് ഇസ് യുവർ L3. ഇവിടെ L1ൽ ഒരു പോയിന്റ് ഉണ്ട്, A1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടറാണ് B1. എത്ര ഒരു പോയിന്റ് ഉണ്ട് A2, ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടറാണ് എന്ത്? B3. ഓക്കെ, so we have 2 points A2. So if you join these two, you will get a vector. A2 minus A1 will be a vector. A2 minus A1 will be a vector. Okay, B1 is a vector along this, and B2 is a V3. Sorry, L3 and B3. So B1 is a vector along this, and B3 is a vector. അല്ലേ, B3 is a vector. These three vectors, ഈ മൂന്ന് വെക്ടേഴ്സ് എന്തായിരിക്കും മക്കളെ? കോപ്ലാനർ ആയിരിക്കും. 3 vectors in this case forming a coplanarity. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ ബോക്സ് ഓഫ് എന്ത് വരും? ബോക്സ് ഓഫ് A2 മൈനസ് A1 ഇത് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇന്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് അത് കോപ്ലാനർ ആവുന്നത്, അതുകൊണ്ടാണ്. ബോക്സ് ഓഫ് A2 മൈനസ് A1 B1 B3 ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡിറ്റർമിനന്റ് ഓഫ്. അപ്പോൾ ഈ A2 മൈനസ് A1 എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം. A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. A2 അല്ല, സോറി, A3 മൈനസ് ഇത് A3 ആണ് അല്ലേ? യെസ്, this is A3. So A3 minus A1. A2 അല്ല, A3 minus A1 because L3 അല്ലേ. L3ൽ A3 ആണ്, L1ൽ A1 ആണ്, L2ൽ A2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
A3 മൈനസ് A1 B1 B3 എന്ന് പറയുന്നത് കോപ്ലാനാർ ആണ്. സോ ദാറ്റ് മീൻസ് ദി ബോക്സ് ഈക്വൽ ടു 0 ആണ്. ഇനി A3 മൈനസ് A1 എന്ന് പറഞ്ഞാൽ അതിൽ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. A3 മൈനസ് A1 എന്ന് പറഞ്ഞാൽ ഒരു L3 പോയിന്റ് ആൽഫ ബീറ്റ ഗാമ ആയിട്ട് നമുക്ക് എടുക്കാം. മറ്റതിലെ പോയിന്റ് ഓൾറെഡി നമുക്കറിയാം. 1 പോയിന്റ് ഈസ് ഓൾറെഡി ദെയർ ഇൻ ദി ക്വസ്റ്റ്യൻ. L1 നമുക്ക് പോയിന്റ് ഉണ്ട്. സോ ഇതിൽ A3 മൈനസ് A1 കമ്പോണൻ്റ് ആയിട്ട് വരിക എന്ന് എന്തൊക്കെയാണ്? ആൽഫ മൈനസ് 1 വരും, ഓക്കെ, ബീറ്റ മൈനസ് 2 വരും, ഗാമ മൈനസ് എന്ത് വരും നോക്ക്. ഈ പോയിന്റ് എന്തൊക്കെയായിരുന്നു? ആൽഫ മൈനസ് L1 നോക്കേണ്ടത് കേട്ടോ. ആൽഫ മൈനസ് 1 പോയിന്റ് ഇതാണ്, 1 2 1 ആണ്. അപ്പോൾ ആൽഫ മൈനസ് 1 ബീറ്റ മൈനസ് 1 ഗാമ മൈനസ് 1, ബീറ്റ മൈനസ് 2 ഗാമ മൈനസ് 1, ഓക്കെ. പിന്നെ വരുന്നത് ഈ B1 B3 ആണ്. B1 B3 B3 നമുക്കറിയാം. B1 കണ്ടുപിടിക്കണം. B1 ഇവിടെ നമുക്കറിയാം. L1 1 മൈനസ് 1 2 എന്ന് കിട്ടും അല്ലേ? 1 മൈനസ് 1 2 എന്ന് കിട്ടും. B3 നമുക്കറിയാം, ഇതാണ് B3 എന്ന് പറയുന്നത് ഇതാണ്. സോ മൈനസ് 5 then minus 3 then 1 ആണ്. So this determined value must be 0. And if you calculate this determined, you will get the answer. See alpha minus 1 into, just expand, alpha minus 1 into 3 കിട്ടൂടാ പറ. This is minus 1 plus 6, okay. Then minus of beta minus 2 into, you will get the answer as 1 plus 10, 1 plus 10, yes. Then plus gamma minus 1 into, and what do you get? Gamma minus 1 into minus 3 minus 5, minus 3 minus 5. So what do you get finally? This is 5 alpha minus 11 beta, okay, minus 8 gamma plus 25 equal to 0. So what they asked? 5 alpha minus 11 beta minus 8 gamma. So 5 alpha minus 11 beta minus 8 gamma is equal to minus 25. If you take its modulus, and you will get the answer as 25. What is the final answer? 25 as the final answer. So the answer is option 3 ആണ് correct. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ജോമെട്രിക് സൈഡ്, അതിൻ്റെ ഒരു വിഷ്വൽ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഈസ് വാട്ട് ക്വസ്റ്റ്യൻ നമ്പർ 17.